നമസ്കാരം. ഈ വരുന്ന ഏപ്രിൽ 19 ഞായറാഴ്ച ഭക്തർക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഒരേ സമയം മുരുക ഭഗവാന് പ്രിയപ്പെട്ട വൈശാഖ കാർത്തികയും ഒപ്പം നാം ഏറെ കാത്തിരിക്കുന്ന അക്ഷയ തൃതീയയുടെ ആരംഭവും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. മുരുക പ്രീതിക്കായി വ്രതം നോൽക്കുന്നവർക്കും ജീവിതത്തിൽ ഐശ്വര്യം വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഞായറാഴ്ച പകല് വലിയൊരു അവസരമാണ് തരുന്നത്. ഇത് നിങ്ങൾ അറിയാതെ പോകരുത് കേട്ടോ. നമുക്കറിയാം 2026 ഏപ്രിൽ 18 ശനിയാഴ്ച മുതൽ മെയ് 16 ശനിയാഴ്ച വരെ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും, അതായത് നമ്മുടെ മനസ്സ് അതിയായി ആഗ്രഹിക്കുന്നതെന്തും ഭഗവാൻ മനസ്സറിഞ്ഞു തരുന്ന പുണ്യഭാഗ്യ ദിവസങ്ങളാണിത്. ഭൂമിയിലെ ഓരോ മണൽത്തരിയും ഭഗവത് നാമത്തിൽ പവിത്രമാവുന്ന മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും പ്രിയപ്പെട്ട പുണ്യമാസവും കൂടിയാണിത്. എന്നാൽ ഈ വൈശാഖത്തിന്റെ കുളിർമയിൽ ശരവണ പൊയ്കയിലെ താമരപ്പൂവ് പോലെ വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിശേഷവും കൂടിയുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അതാണ് ഈ വൈശാഖ കാർത്തിക. ജ്ഞാനത്തിന്റെ കനൽ രൂപമായ, എന്നാൽ ഭക്തർക്ക് മുൻപിൽ വാത്സല്യത്തിന്റെ പനിനീർമഴയാകുന്ന സാക്ഷാൽ സ്കന്ദകുമാരന്റെ ദിവസമാണ് ഈ വരുന്ന ഏപ്രിൽ 19 ആരും മറക്കരുതേട്ടോ. 6 മുഖങ്ങളാൽ ആപത്തുകളെ അകറ്റുന്നവൻ, ശൂരപത്മാദികളെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച ദേവസേനാപതി, വള്ളി ദേവസേന സമേതനായ പളനി മുരുകന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ പ്രസരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ്, ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിങ്ങമാസത്തിലെ ഓണം പോലെയും കന്നിയിലെ നവരാത്രി പോലെയും വൈശാഖത്തിലെ കാർത്തിക നാളും നമ്മുടെ ഗൃഹങ്ങളിൽ സർവ്വ ഐശ്വര്യവും നിറയ്ക്കാൻ കാത്തു നിൽക്കുകയാണ്. ഈ വൈശാഖ പുണ്യകാലത്ത് സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ നമ്മുടെ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം, വീട്ടിൽ നമുക്ക് എന്തെല്ലാം പൂജാ കർമ്മങ്ങൾ ചെയ്യാം, ഇതെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വിഷ്ണു ഭജനത്തിന് ഏറ്റവും ഉത്തമമായ വൈശാഖ മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം ഏറെ സവിശേഷതകളുള്ളവയാണ്. മുരുക ഭഗവാനല്ലേ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണ് കാർത്തിക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ ഈ ദിവസം ഭക്തിപൂർവ്വം അനുഷ്ഠിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും തടസ്സങ്ങൾ നീങ്ങി വിജയവും കൈവരും എന്നത് സുനിശ്ചയമാണ്. ഈ പുണ്യ ദിവസത്തിൽ നമ്മൾക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ, അതായത് ഏകദേശം പുലർച്ചെ 4-നും 5-നും ഇടയിൽ ഉണരാവുന്നതാണ്. ഉണർന്നാലുടനെ ഇഷ്ടദേവനെ സ്മരിക്കുക. അതിനുശേഷം നമ്മൾക്ക് സ്നാനം ചെയ്യാം. സ്നാനം ചെയ്യുമ്പോൾ പുണ്യനദികളെ സ്മരിച്ചുകൊണ്ട് കുളിക്കുന്നത് ഗംഗാ സ്നാനത്തിന് തുല്യമായ ഫലം നൽകും എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് 6 നാഴിക മുൻപ് നമ്മുടെ ജലാശയങ്ങളിലെല്ലാം തന്നെ, അതായത് നമ്മുടെ വീടുകളിലെ കിണറുകളിൽ പോലും ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലുടനീളം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുന്നത് ഏറ്റവും പുണ്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ അമ്മമാർക്കൊക്കെ തീരെ വയ്യാഴികയുള്ളൊക്കെയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എല്ലാ ദിവസവും വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കാനൊന്നും സാധിക്കുകയുണ്ടാവില്ല. വിഷമിക്കേണ്ട. ഇതുപോലെ പുണ്യ ദിവസങ്ങളൊക്കെ വരുമ്പോൾ, ഈ വൈശാഖ കാർത്തിക അതുപോലെയൊക്കെ ഉള്ള പുണ്യ ദിവസങ്ങളൊക്കെ വരുമ്പോൾ, ധാരാളം പുണ്യ ദിവസങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ വൈശാഖ മാസം എന്ന് പറയുന്നത്. ആ പുണ്യ ദിവസങ്ങളിൽ അതിരാവിലെ ഒന്ന് എഴുന്നേറ്റ് കുളിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയാട്ടോ. ഏറ്റവും അനുഗ്രഹമാണ്, അതായത് ഗംഗാ സ്നാനത്തിന് തുല്യമായ ഒരു ഫലമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വൈശാഖ കാർത്തിക ദിവസവും ഞായറാഴ്ച നമ്മൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്താവുന്നതാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഞായറാഴ്ച ആദിത്യ ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിരാവിലെ തുളസിത്തറയിൽ ഒരു വിളക്ക് സമർപ്പിച്ചാലും നല്ലതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ഈ ഒരു സമയത്ത് നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. പൂജാമുറിയിൽ നിലവിളക്ക് സമർപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ചുവന്ന പൂക്കൾ, അതായത് തെച്ചി, ചെമ്പരത്തി ഒക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഇനി ഇതൊന്നും ഇല്ലാച്ചാലും നമ്മുടെ വീട്ടിൽ എന്ത് പുഷ്പങ്ങളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഗണപതി ഭഗവാനെ ആദ്യം ഒന്ന് സ്മരിക്കുക, ആദ്യം ഒന്ന് വന്ദിക്കുക കേട്ടോ. അതിനുശേഷം വേണം സുബ്രഹ്മണ്യ സ്വാമിയെ വന്ദിക്കാനായിട്ട്. ഒരു നെയ് വിളക്ക്, അതായത് ചെറിയൊരു ശിരാതില് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ് വിളക്ക് തെളിയിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ഭഗവാനോട് ആ വൈശാഖ കാർത്തിക ദിനത്തിൽ നമ്മളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹങ്ങളൊക്കെ, നമ്മൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങളൊക്കെ, സങ്കടങ്ങളൊക്കെ എല്ലാം മനസ്സറിഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക കേട്ടോ. എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി, നമ്മുടെ ഈ ഒരു ആഗ്രഹം നടത്തി തരണേ, എത്രയോ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഭഗവാൻ ഈ വൈശാഖ കാർത്തികയുടെ പുണ്യതയിൽ ഇതെനിക്ക് സാധ്യമാക്കി തരണേ എന്ന് ഭഗവാനോട് നമ്മൾക്ക്
ആ ഒരു സമയത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് പലവിധ ചിന്തകൾ, പലവിധ ആദികള്, വ്യാധികള്, സങ്കടങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. സന്താനങ്ങളെ ചൊല്ലി ദുഃഖിക്കുന്ന അനേകം അമ്മമാരുണ്ട്, കുടുംബശാന്തിക്ക് വേണ്ടി ദുഃഖിക്കുന്നവരുണ്ട്, കടബാധ്യതകളാൽ വലയുന്ന അനേകം പേരുണ്ട്. എന്തെല്ലാം വിഷമങ്ങളാണോ നമ്മുടെ മനസ്സിലുള്ളത്, എന്തെല്ലാം ആഗ്രഹങ്ങളാണോ നമ്മൾക്ക് സാധിച്ചു കിട്ടാനുള്ളത്, അതെല്ലാം ഈ വൈശാഖ കാർത്തിക ദിവസം സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് നിങ്ങളുടെ മനസ്സ് നിറച്ച് തന്നെ കൈവെള്ളയിൽ വെച്ച് തരുമെന്നതിന് യാതൊരു സംശയവും ഇല്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആവശ്യം എന്ത് തന്നെ ആയാലും അത് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ചിട്ട് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. തുടർന്ന് നമുക്ക് സുബ്രഹ്മണ്യ അഷ്ടകം, സ്കന്ദഷഷ്ടി കവചം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭുജംഗം എന്നിവ പാരായണം ചെയ്യാവുന്നതാണ്. വലിയ പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് 108 തവണ ഓം വള്ളി ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യായ നമ എന്ന് ജപിക്കാവുന്നതാണ്. നൈവേദ്യമായി നമ്മൾക്ക് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് വൈശാഖ കാർത്തിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മമാരൊക്കെ തന്നെ നിങ്ങളുടെ കൈകൊണ്ട് നൈവേദ്യമായിട്ട് ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചാൽ ഭഗവാൻ ഒരുപാട് സന്തോഷമാവുന്ന ഒരു ദിവസവും കൂടിയാണിത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭഗവാന് ശർക്കര ചേർത്ത പായസമോ കൽക്കണ്ടമോ പഴമോ ഒക്കെ എന്താണോ നമ്മൾക്ക് കഴിയുന്നത് അതെല്ലാം ഭഗവാന് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ഗായത്രി ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മമാര് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഗായത്രി നിത്യവും ജപിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ ഗായത്രി ഇതാണ്: സനത് കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി ധന്നോ സ്കന്ദ പ്രചോദയാത്. അതുപോലെ തന്നെ ഓം ശരവണ ഭവ മന്ത്രം നമ്മൾക്ക് 21 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇനിയും ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം, എന്ന ഭഗവാന്റെ മൂലമന്ത്രം 2 നേരം, അതായത് രാവിലെയും വൈകിട്ടും 108 തവണ വീതം ജപിച്ചാൽ കാര്യസിദ്ധിയാണ് ഫലം. അതായത് നമ്മുടെ മനസ്സ് എന്താഗ്രഹിച്ചിട്ട് ഭഗവാന്റെ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ കൈവെള്ളയിൽ തരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും നാമങ്ങളും നമ്മൾ ചൊല്ലാനായിട്ട്. അങ്ങനെ കാർത്തിക വ്രതം നോൽക്കുന്നവർ അന്നേ ദിവസം പൂർണ്ണമായിട്ടും സസ്യാഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സാധിക്കുമെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒരിക്കൽ എടുക്കൂലേ, അങ്ങനെ എടുത്താലും ഏറ്റവും നല്ലതായിരിക്കും. ഉപ്പും പുളിയും കുറയ്ക്കുന്നത് മനസ്സിനെ കൂടുതൽ ഭക്തിയിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും. വൈകുന്നേരം നമുക്ക് ദീപം തെളിയിച്ച ശേഷം ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വൈശാഖ കാർത്തിക നാളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നമ്മൾക്ക് നൽകുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പനിനീർ, ഭസ്മം, പൂക്കൾ എന്നിവ കൊണ്ടുപോകുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാടുകൾ നമുക്ക് എന്തൊക്കെ ക്ഷേത്രത്തിൽ ഈ വൈശാഖ കാർത്തിക ദിവസം ചെയ്യാമെന്ന് നോക്കാം. പാലഭിഷേകം മുരുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് പാലഭിഷേകം എന്ന് പറയുന്നത്. ഇത് രോഗശാന്തിക്കും മനഃശാന്തിക്കും, അതായത് ഒരുപാട് ദുഃഖങ്ങളാലൊക്കെ വിഷമിക്കുന്ന എല്ലാവർക്കും അതൊക്കെ മാറി മനസ്സിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് അന്നേ ദിവസം പാലഭിഷേകം നടത്തിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാമൃതം ഭഗവാന് അധികം പ്രിയപ്പെട്ടതാണ്. പഞ്ചാമൃതമല്ലേ, തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾക്ക് ബിസിനസ്സിലാകാം, അതായത് തൊഴിൽ രംഗത്തും ഏതൊരു രംഗത്തും കുട്ടികൾക്ക് പഠന കാര്യത്തിലും എന്തൊക്കെ കാര്യങ്ങളിലാണോ നമ്മൾ ഇപ്പോൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാമൃതം വഴിപാടായിട്ട് നമുക്ക് നടത്താവുന്നതാണ്. അതുപോലെ നെയ്വിളക്ക് നമ്മൾ പറഞ്ഞ അന്ന് രാവിലെ നെയ്വിളക്ക് വീട്ടിൽ സമർപ്പിക്കാം ഭഗവാന് ചെറിയൊരു ചിരാതിൽ. ക്ഷേത്രത്തിൽ പോകുമ്പോഴും വഴിപാടായിട്ടും നമ്മൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. ശത്രുദോഷം നീങ്ങാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ വൈശാഖ കാർത്തികയുടെ പുണ്യത്തിനൊപ്പം നമ്മൾക്കറിയാം ഏപ്രിൽ 19-ാം തീയതി അക്ഷയ തൃതീയ കൂടിയാണ്. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിത്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് സ്വർണം വാങ്ങുക എന്നാണല്ലേ. പക്ഷേ ഈ സമയം നമുക്കറിയാം സ്വർണ്ണവില എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് കൂടിയാൽ കൂട്ടാൻ കഴിയാത്ത പോലെയാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്വർണം വാങ്ങാനൊന്നും മെനക്കെടേണ്ട കേട്ടോ. എന്നാൽ പുരാണങ്ങൾ പറയുന്നത് സ്വർണം വാങ്ങുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പുണ്യം ദാനം ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം നമ്മൾക്ക് ലഭിക്കുമെന്നാണ്. ഈ ദിവസം അല്പം അരിയോ വസ്ത്രമോ അല്ലെങ്കിൽ ദാഹിക്കുന്നവർക്ക് ജലമോ നൽകുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വലിയ സുരക്ഷാ കവചമായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. വൈശാഖ മാസമായതിനാൽ
കുട, ചെരുപ്പ് എന്നിവ ദാനം ചെയ്യുന്നത് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉടനീളം ജീവിതത്തിൽ ലഭിക്കാനും സഹായകരമാകും. ഇനി സ്വർണം വാങ്ങാൻ സാധിക്കാത്തവരൊന്നും വിഷമിക്കേണ്ടതായിട്ടില്ല കേട്ടോ. അല്പം ഉപ്പോ മഞ്ഞളോ അന്നേ ദിവസം വീട്ടിലേക്ക് വാങ്ങി വെക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് കാരണമാവും. അങ്ങനെ വൈശാഖ മാസത്തിലെ ഈ കാർത്തിക നാളിൽ ഭക്തിപൂർവ്വം മുരുക ഭഗവാനെ ഭജിച്ചാൽ ചൊവ്വാദോഷം കൊണ്ടുള്ള പ്രയാസങ്ങൾ മാറുമെന്നും വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ അക്ഷയ തൃതീയ ആയതുകൊണ്ട് അന്നേ ദിവസം നമ്മൾക്ക് മഹാലക്ഷ്മി അഷ്ടകവും ജപിക്കാവുന്നതും ശ്രവിക്കാവുന്നതും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ വൈശാഖ മാസത്തിന്റെ പുണ്യതയിൽ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ അതിവിശിഷ്ടമായ ഈ വൈശാഖ കാർത്തിക വ്രതം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ കേട്ടോ. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.